കൊല്ലത്ത് 6-ാം തീയതി ആരംഭിക്കുന്ന CPM സംസ്ഥാന സമ്മേളനം നേതൃതലത്തിൽ കാര്യമായ മാറ്റങ്ങൾക്ക് വേദിയാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. 75 വയസ്സെന്ന പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ തുടങ്ങിയവരൊക്കെ ഒഴിവാകും. പ്രായപരിധി പിന്നിടുന്നവർ സംസ്ഥാന കമ്മിറ്റിയിലുമുണ്ട്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആണ് സംഘടനാ പദവികളിൽ തുടരാനുള്ള പ്രായം 80-ൽ നിന്ന് 75 കുറച്ചത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് അനുവദിക്കാനുള്ള അധികാരം സംസ്ഥാന ഘടകങ്ങൾക്കില്ല. എന്നാൽ മധുരയിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് പുനഃപരിശോധനയ്ക്ക് മുതിർന്നാൽ കേരള നേതാക്കൾക്കടക്കം ഇളവ് കിട്ടും. സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനിക്കാതെ പാർട്ടി കോൺഗ്രസിന് ശേഷം നിശ്ചയിക്കുന്നതാണ് CPM-ലെ പതിവ്. എന്നാൽ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോയുടെ അനുമതിയോടെ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു. ഇത്തവണ ഇക്കാര്യത്തിൽ തീരുമാനം സമ്മേളന ഘട്ടത്തിലേ ഉണ്ടാവൂ. 75 വയസ്സ് പിന്നിട്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടി ഘടകങ്ങളിൽ തുടരും. പോളിറ്റ് ബ്യൂറോയിൽ തുടരാൻ അനുവദിക്കുമോ എന്ന് പാർട്ടി കോൺഗ്രസിലെ വ്യക്തമാകൂ. ഏക മുഖ്യമന്ത്രി എന്ന നിലയിൽ അക്കാര്യം പരിഗണിക്കുമെന്ന സൂചനയാണ് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ നൽകുന്നത്. അതേസമയം ദീർഘകാലമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള AK ബാലനും PK ശ്രീമതിയും ഒഴിവാകും. സെക്രട്ടേറിയറ്റിലെ ഏക വനിതാ അംഗമാണ് ശ്രീമതി ടീച്ചർ. KK ശൈലജയും CS സുജാതയും P സതീദേവിയും സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയ്ക്കാണ്. എറണാകുളം സമ്മേളനത്തിൽ സെക്രട്ടേറിയറ്റിലെത്തിയ നാഗപ്പനും 75 വയസ്സ് പിന്നിട്ടു. ആ സംസ്ഥാന സമ്മേളനത്തിൽ 8 പുതുമുഖങ്ങളാണ് ഒറ്റയടിക്ക് സെക്രട്ടേറിയറ്റിലെത്തിയത്. കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ LDF കൺവീനറുമായ EP ജയരാജന് പ്രായപരിധി ബാധകമാകുമോ എന്നതാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആകാംക്ഷയോർത്തുന്ന മറ്റൊരു കാര്യം. അദ്ദേഹത്തിന് ഈ മെയ്യിൽ 75 വയസ്സാകും. LDF കൺവീനർ TP രാമകൃഷ്ണന് ജൂണിൽ 75 ആകും. സമ്മേളന ഘട്ടത്തിൽ 75 ആയില്ല എന്നതിന്റെ പേരിൽ ഇളവ് ലഭിച്ചാൽ 3 വർഷം കൂടി ഇവർക്ക് ഉയർന്ന ഘടകങ്ങളിൽ തുടരാം. കഴിഞ്ഞ സമ്മേളനത്തിൽ ഏതാനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ ആ പേരിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയാണ് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തത്. ആ ശൈലി തുടർന്നാൽ ഇത്തവണയും സെക്രട്ടേറിയറ്റിൽ കൂടുതൽ പുതുമുഖങ്ങൾ വരും. കഴിഞ്ഞ തവണ MV ഗോവിന്ദനെയും അങ്ങനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പിന്നീട് കോടിയേരി ബാലകൃഷ്ണന് പകരം സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴാണ് വീണ്ടും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത്.